കൂട്ടരാജി തീരുമാനത്തിൽ താരസംഘടനയിൽ ഭിന്നതയുണ്ട് എന്ന രീതിയിൽ വാർത്ത വരുന്നു. ഈ അവസരത്തിൽ എക്സിക്യൂട്ടീവ് അംഗമായ അല്ലെങ്കിൽ അംഗമായിരുന്ന അനന്യ നമുക്കൊപ്പം ചേരുന്നു. അനന്യ, ഗുഡ് മോർണിംഗ്. അനന്യ, ടെലിഫോണിലാണ് അനന്യ ഉള്ളത്. അനന്യ, യഥാർത്ഥത്തിൽ നിങ്ങൾ 4 പേർ ഇപ്പോഴും രാജിവെച്ചിട്ടില്ല എന്ന രീതിയിൽ വാർത്ത വരുന്നു. ടൊവിനോ, അതുപോലെ സരയു, താങ്കൾ, വിനു മോഹൻ, ഈ 4 പേർ രാജിവെച്ചിട്ടില്ല എന്ന രീതിയിൽ വാർത്ത വരുന്നു. ആ വാർത്തയിൽ എത്രമാത്രം സത്യമുണ്ട്? സർ നമസ്കാരം, ഗുഡ് മോർണിംഗ്. നമസ്കാരം. രാജിവെച്ചിട്ടില്ല എന്നുള്ളത് ഓൾറെഡി കമ്മിറ്റി ഡിസോൾവ് ആയ ഒരു കാര്യമാണ്. അതിൽ ഇനിയിപ്പോ സ്പെസിഫിക്കലി ഞങ്ങൾ രാജിവെക്കാത്തതിനും വച്ചതിനും ഒന്നും അടിസ്ഥാനം ഇല്ലല്ലോ. പക്ഷെ ഞങ്ങള് ധാർമ്മികമായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു കമ്മിറ്റി ഡിസോൾവ് ചെയ്തത്. പ്രസിഡന്റ് അതൊരു തീരുമാനമെടുത്തു. അതിനോട് ആദ്യം ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷെ എന്താണോ അവർ പറഞ്ഞത് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി എന്നുള്ളത് മാത്രമാണ്. ഈ അമ്മ ബയല പ്രകാരം അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു പിരിച്ചുവിട്ടപ്പെട്ട കമ്മിറ്റിയിൽ ആരെങ്കിലും താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാലും കാര്യമില്ലല്ലോ, അല്ലേ? അവർ പുറത്തായി, ഇല്ല, ഭൂരിപക്ഷം അതിനോട് യോജിക്കുന്നുണ്ട്. ഓക്കെ. അനന്യ, യഥാർത്ഥത്തിൽ നിങ്ങളൊരു ധാർമ്മികമായി എന്ത് നിലപാടെടുത്തിട്ടാണ് ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ചത്? കാരണം മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഈ കമ്മിറ്റി പോകണം എന്ന് തന്നെയായിരുന്നു അഭിപ്രായം. സാർ, ദാറ്റ് ഈസ് വെരി പേഴ്സണൽ. ഐ ഡോണ്ട് തിങ്ക് ഞാനത് ഇവിടെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത്. നിങ്ങൾ അഭിപ്രായ വ്യത്യാസം അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും അവിടെ അങ്ങനത്തെ ഒരു ഇഷ്യൂയോ കാര്യങ്ങളും അല്ല അവിടെ ഉണ്ടായത്. ഈ മീഡിയയിൽ വരുമ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ടായി, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി, അങ്ങനെയൊന്നും അല്ല. ഇപ്പോ എന്തുകൊണ്ട് എന്നുള്ളൊരു ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിലേക്ക് നമ്മൾ ഓക്കെ ശരി, എല്ലാവരും ഇങ്ങനെ അവർക്ക് ഭൂരിപക്ഷം ഇങ്ങനെ ഡിസോൾവ് ചെയ്യാം എന്നുള്ളൊരു താല്പര്യത്തിൽ നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ അതിൽ നിരാശയൊന്നും പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ് സത്യം. സത്യമാണ്. നമ്മൾ ആദ്യം എന്തിന് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അനന്യ, എങ്കിലും ഒറ്റ ചോദ്യം, അതായത് ഐകകണ്ഠേന തീരുമാനമെടുത്ത് കമ്മിറ്റി ഇല്ലാതായി എന്ന് എനിക്ക് പറയാമോ? അങ്ങനെ പറയാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞോളൂ സർ. അനന്യ വളരെ വളരെ ഡിപ്ലോമാറ്റിക് ആയിരിക്കുന്നു. അതെ അതെ. പേഴ്സണലി എന്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം അവരെ അറിയിച്ചത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു. അപ്പോ അവിടുന്ന് തന്ന എക്സ്പ്ലനേഷനും കാര്യങ്ങളിലും നമ്മൾ ഓക്കെ ശരി. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അമ്മയ്ക്ക് വേണ്ടി നിൽക്കുക, അമ്മയുടെ വളർച്ചയ്ക്ക് നിൽക്കുക എന്നുള്ളത് മാത്രമേ നമ്മളുടെ ഇതിലുള്ളൂ. അമ്മയ്ക്ക് ഒരു രീതിയിലുള്ള ഒരു പ്രശ്നത്തിനോ കാര്യങ്ങൾക്കോ എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് അതിന് യോജിച്ചു നിന്നു. ഇപ്പൊ ഞാൻ രാജിവച്ചാലും ഞാൻ വച്ചില്ലെങ്കിലും ഭൂരിപക്ഷം അതിനോട് യോജിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി ഡിസോൾവ് ആവില്ലേ? അനന്യ, കാരണം ഇന്നലെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ വളരെ സങ്കടത്തോടെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. കാരണം വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ ഒരു സംഘടന അതിനെ അനാഥമാക്കുന്ന രീതിയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കടന്നുപോയി. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സംഘടനയുടെ മരണം പോലെയുള്ള ഒരു അവസ്ഥയായി എന്നൊക്കെ രീതിയിലുള്ള വളരെ വേദനാജനകമായിട്ട് ഇന്നലെ ഗണേഷ് കുമാർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അനാഥമായ ഒരു അസോസിയേഷൻ ഒന്നും ആയിട്ടില്ല. ഇപ്പോഴും ഇന്നും നാളെയും മറ്റന്നാളെല്ലാം നമ്മുടെ സംഘടനയിലുള്ള നമ്മളുടെ അംഗങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഇത് അഡോ കമ്മിറ്റി ഉണ്ട്, അതിന്റെ കാര്യങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. അവരുടെ പെൻഷന്റെ കാര്യങ്ങൾ അവിടെ സുരക്ഷിതമാണ്. ഞങ്ങളുടെ സംഘടനയിലുള്ള ഞങ്ങളുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സുരക്ഷിതമായിട്ട് തന്നെ ഞങ്ങൾ നടത്തും. എനിക്ക് തോന്നുന്നത് അനന്യ, യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ കൂട്ടരാജി തീരുമാനിച്ചതിന് ശേഷം അമ്മയുടെ ആരെങ്കിലും ഈ മീഡിയയുമായിട്ട് സംസാരിക്കുകയും നിങ്ങൾ പ്രസ് റിലീസ് ഇഷ്യൂ ചെയ്യുന്നതിന് പകരം വിശദമായിട്ട് തന്നെ മറുപടി പറയുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ധാരണാപേക്ഷകൾ ഒഴിവാക്കാമായിരുന്നു. പ്രസ് റിലീസ് ചെയ്തിരുന്നല്ലോ സാർ. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ പ്രസ് റിലീസിന് ഒരുപാട് പരിമിതി ഉണ്ടെന്ന് അനന്യക്ക് അറിയാമല്ലോ. കാരണം അത് നമ്മുടെ റേഡിയോ പെട്ടി പോലെയല്ലേ. അത് പല കാരണങ്ങളുണ്ടാവാം. എല്ലാവരും അവൈലബിൾ ആകണമെന്നില്ല. ഇതിൽ സംസാരിക്കണം. ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള 1-2 പേരോ സംസാരിക്കുന്നതിൽ അതിലൊരു അല്ല, ഞാൻ പറഞ്ഞ ആരെങ്കിലും നിങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന, അമ്മയെ റെപ്രസെന്റ് ചെയ്യുന്ന പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറിയോ. ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സാറിനൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പ്രസിഡന്റ് ആണെങ്കിലും മറ്റ് ഓഫീസ് ബേഴ്സ് ആണെങ്കിലും അവരുടേതായിട്ടുള്ള അസൗകര്യങ്ങൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാകും.
ഇപ്പോൾ അത് എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇപ്പൊ എനിക്ക് വരാൻ സാധിച്ചു, ഞാൻ സാറിന്റെ അടുത്ത് അഭിപ്രായം അറിയിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അറിയിച്ചു 24. ഓക്കെ അനന്യ, താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ മോർണിംഗ് ഷോ. താങ്ക് യു.